നമ്മൾ ഒരിക്കലും പിന്നീട് തിരികെ കയറി ചെല്ലില്ല എന്ന് കരുതുന്ന ഇടങ്ങളായിരിക്കാം നമുക്ക് പിന്നീട് ഏറ്റവും മനോഹരങ്ങളായ നിമിഷങ്ങൾ സമ്മാനിക്കുക. മാഡിഫുഷി ഐലാൻഡിൽ ഞങ്ങൾ 2-3 ദിവസം തങ്ങിയതിനു ശേഷം ദിയാമിഗിലി എന്നുള്ള അതിന്റെ തൊട്ടടുത്തുള്ള ഒരു ഐലാൻഡിൽ ബോട്ടിന്റെ അടിഭാഗം പെയിന്റ് അടിക്കുവാനും അതുപോലെ തന്നെ ക്ലീൻ ചെയ്യുവാനും ഒക്കെ വേണ്ടിയിട്ട് നമ്മൾ അവിടെ സ്റ്റേ ചെയ്തിരിക്കുകയായിരുന്നു. ആ സമയത്താണ് നമ്മളുടെ മാഡിഫുഷി ഐലാൻഡിൽ ഉണ്ടായിരുന്ന നമ്മളുടെ ഫൈസൽ ബ്രോ വന്ന് ഞങ്ങളെല്ലാവരോടും ബോട്ടിൽ കയറാൻ പറഞ്ഞത്. ഇനി ഒരിക്കലും ചിലപ്പോൾ ഈ ഐലാൻഡിലേക്ക് തിരികെ വരില്ല എന്ന് കരുതിയ മാഡിഫുഷി ഐലാൻഡിലാണ് വീണ്ടും വളരെ യാദൃച്ഛികമായിട്ട് നമ്മൾ തിരികെ എത്തിയത്. അവിടെ ഫൈസൽ ബ്രോ ഞങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് ഒരു സർപ്രൈസ് തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു. This is Faisal bhai. പങ്കുവെക്കപ്പെടുന്നതിനേക്കാൾ ഏറ്റവും ഭംഗിയുള്ള മറ്റൊരു പ്രവൃത്തി എന്തുണ്ട് സൗഹൃദത്തിൽ? ഫൈസൽ ബ്രോയുടെ സുഹൃത്തുക്കളെല്ലാം ചേർന്ന് ഞങ്ങൾക്ക് വേണ്ടി തയ്യാറാക്കിയ വളരെ ഭംഗിയുള്ളൊരു ഫിഷ് ബാർബിക്യൂ ആയിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. ഭക്ഷണം ഒരിടത്ത് റെഡിയാകുന്ന അതേ സമയം തന്നെ അവരുടെ കൂട്ടുകാരെല്ലാവരും ചേർന്ന് ഞങ്ങൾ ഒന്നിച്ചു വർത്താനം പറഞ്ഞ് അതുകൂടാതെ കുറച്ചു നേരം കാർഡും ഒക്കെ കളിച്ചതിന് ശേഷമാണ് ഞങ്ങൾ അവിടുന്ന് ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇറങ്ങിയത്. ബ്രെഡ്, മാൽദീവ്സുകാരുടെ പ്രധാന ഫുഡായ റൂഷി, അതുപോലെ തന്നെ കൊക്കക്കോള, അങ്ങനെ ഒട്ടുമിക്ക സാധനങ്ങളെല്ലാം അവിടെ ഉണ്ടായിരുന്നു. അതുകൂടാതെ ഏറ്റവും നല്ല ടേസ്റ്റുള്ള നല്ല ഫ്രഷ് ആയിട്ടുള്ള ഫിഷുകളും. ഞങ്ങൾ തിരികെ ഇറങ്ങുമ്പോഴേക്കും ഐലൻഡ് ഒരു മഴ വന്നിരുന്നു. അതുകൊണ്ട് കുറച്ച് നേരം അവരുടെ കൂടെ അവിടെ സ്പെൻഡ് ചെയ്തതിന് ശേഷമാണ് ഞങ്ങൾ പുറത്തോട്ടിറങ്ങിയത്. അവിടുന്ന് പിന്നെ ഞങ്ങൾ അഗെയിൻ സ്പീഡ് ബോട്ട് എടുത്ത് തിരിച്ച് നമ്മളുടെ ബോട്ടിലേക്ക് പുറപ്പെട്ടു. മൊത്തം നടന്നിട്ടോ, ഫുള്ള് വെള്ളക്കളിയായിരുന്നു. വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അവിടെ പോയി ആ കാര്യങ്ങളൊക്കെ ചെയ്ത് എന്താ പറയുക, ഗ്രില്ലൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്തതിലല്ലായിരുന്നു ഏറ്റവും ഭംഗിയുണ്ടായിരുന്നു. ഹൈ കിട്ടിയത് തിരിച്ചു വരുമ്പോൾ സ്പീഡ് ബോട്ടായിരുന്നു. മൊത്തത്തിൽ ഓൾമോസ്റ്റ് എല്ലാവരും നനഞ്ഞു. ഞാനും കുറച്ച് നനഞ്ഞു. ഞാൻ ബാക്ക് സൈഡിലായതുകൊണ്ട് എനിക്ക് അത്ര വെള്ളം ഉണ്ടായിരുന്നില്ല. പക്ഷെ കാറ്റിന്റെ ഓപ്പോസിറ്റ് ട്രാവൽ ചെയ്യുന്നതുകൊണ്ടുണ്ടായിരുന്ന എല്ലാ തരത്തിലുള്ള അഡ്വഞ്ചറും അതിലുണ്ടായിരുന്നു. പിന്നെ എൻ്റെ ലൈഫിൽ ഇതുവരെ ഞാൻ നൈറ്റ് സ്പീഡ് ബോട്ടിൽ ട്രാവൽ ചെയ്തില്ല. ഇതൊരു ഫസ്റ്റ് ടൈം ആയിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. സോ ഇറ്റ്സ് നൈസ് ആക്ച്വലി. പിന്നെ അവിടുത്തെ ആൾക്കാരും കുഴപ്പമില്ലായിരുന്നു, നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. സോ താങ്ക്സ് ഫോർ വാച്ചിങ്. സീ യു ഓൺ നെക്സ്റ്റ് വീഡിയോ.